കോഴിക്കോട് മലാപ്പറമ്പിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി. സമീപത്തെ വീടുകളിൽ വെള്ളം കയറി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം, പ്രതികരണവും കാണാം. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ നായ്ക്കൾ ചാടിയതാ വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ ഉമ്മറത്തെ ലൈറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് നോക്കുന്നത്. അന്നപ്പോഴാണ് വെള്ളം ഇങ്ങനെ അടിച്ച് കയറിയിട്ട് കൊലായി വരെ കയറിയത് കാണുന്നത്. അപ്പോൾ ഞാൻ വേഗം മോനെ ഉണർത്തി നോക്കുന്ന സമയത്ത് ഈ പൈപ്പ് പൊട്ടിയിട്ട് വരുന്ന വെള്ളമാണെന്ന് മനസ്സിലായി. അത് അവിടെ വെള്ളം ഇങ്ങനെ നിറഞ്ഞപ്പോൾ അത് നല്ലോണം ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് പുഷ് ചെയ്യല്ല എന്തായാലും മതിലിനെ. അന്നപ്പം വീണു. ആ ശബ്ദം ഞാൻ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അത് വീടുന്നത്. പറമ്പിൽ നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നുണ്ട്. സമീർ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സമീർ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. റോഡിന്റെ ഭാഗമൊക്കെ പൊളിഞ്ഞ് പോയിരിക്കുകയാണ്. ഇവിടെ ഒരു ഗർത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ജല പൈപ്പാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത്. ആ പൊട്ടിയതിന്റെ ഫോഴ്സ് അതിശക്തമായ രീതിയിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിയത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് റോഡിൽ ഇങ്ങനെ ഗർത്തം ഉണ്ടാവുകയും ഏകദേശം 100 മീറ്ററോളം ഭാഗത്ത് റോഡ് ഇതിന്റെ സാധാരണ രീതിയിൽ നിന്ന് ഒരു ചാണോളം മുകളിലേക്ക് പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സമീപത്തെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ രാത്രി സമയത്താണത് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിലെ സാധനങ്ങളൊന്നും തന്നെ അവർക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നനയുകയും അങ്ങനെ നനഞ്ഞതിനെ തുടർന്നാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഓരോ വീടുകളിലേക്കും ഈ വിധത്തിലാണ് മണ്ണും ചെളിയും ഒക്കെ ഒഴുകി എത്തിയിരിക്കുന്നത്. ഈ വീട്ടുകാർക്ക് അകത്തേക്ക് കയറിയിട്ടില്ല. പക്ഷേ ഇതിന്റെ ഭാഗത്തുള്ള പിൻഭാഗത്തുള്ള ബാത്റൂമിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിന് തൊട്ടരികിലുള്ള വീട്ടിലേക്ക് അവരുടെ മതില് തകർന്ന് വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വീടിന്റെ അകത്തേക്ക് കൂടി അടുക്കള ഭാഗം വരെ വെള്ളം എത്തിയ ഒരു സാഹചര്യവുമാണുള്ളത്. ഇത് ഏതാനും മാസങ്ങൾക്കിടയിൽ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ പൊട്ടലാണ് ഈ ഭാഗത്ത്. അതാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിച്ചു. തുടർന്ന് വാട്ടർ അതോറിറ്റിയിൽ വിവരം അറിയിച്ചു. അങ്ങനെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ എത്തിയുണ്ട്. അതിന്റെ വാൾവ് പൂട്ടിയത് കൊണ്ടാണ് പിന്നീട് ഈ വെള്ളം മറ്റു വിധത്തിലേക്ക് പുറത്തേക്ക് കൂടുതൽ പോകാതിരിക്കാൻ അത്തരം ഒരു ഇടപെടലാണ് അത് സാധ്യമായത്. പക്ഷേ ഇപ്പോൾ ഈ റോഡ് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ്. എപ്പോൾ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും, അതുപോലെ തന്നെ കുടിവെള്ള വിതരണം എപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്കിപ്പം ഈ നാട്ടുകാർ കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടിക്കടി ഈ സംഭവം ഉണ്ടാകുന്നുണ്ടല്ലേ? സ്ഥാനാർത്ഥി കൂടിയാണ്. യെസ്, കേരള കോൺഗ്രസ് എമ്മിനെ പ്രതികരിക്കുന്നു. ഇപ്പോൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായും ചർച്ചയാവും. തീർച്ചയായിട്ടും. ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ രാവിലെ എത്തിയത്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്ന പശ്ചാത്തലത്തിലാണ് അവിടെ എത്തിയത്. അപ്പോഴാണ് റോഡിങ്ങനെ നാശമായി കിടക്കുന്നത് കണ്ടത്. ഏതായാലും വലിയൊരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. റോഷി മിനിസ്റ്ററെ ഞങ്ങൾ ഉടനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നുണ്ട്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതായത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ തീരണം. ഇന്ന് തന്നെ പണികൾ സ്റ്റാർട്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കും. പിന്നെ കോഴിക്കോട് മേയറുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ചെളികളൊക്കെ വന്നടിച്ച ചില വീടുകളുണ്ട്. അതൊക്കെ ചെളികളൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എസ് കെ, ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പ്രദേശവാസികൾക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീടുകളുടെ അകത്തേക്ക് കൂടി ചെളിയും മണ്ണുമൊക്കെ എത്തിയ സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ വെള്ളം പോകാതിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ വാൾവ് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത അത് എപ്പോഴായിരിക്കും അത് പുനരാരംഭിക്കുക എന്ന് അറിയില്ല. എന്തായാലും വെള്ളം പമ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ റോഡ് പൂർവ്വസ്ഥിതിയിലാവാനും ഏറെ സമയമെടുക്കുമെന്നതിൽ സംശയമില്ല. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.